മധ്യകേരളത്തിലേക്ക് പോകാം. നിതിൻ സേവ്യർ വിവരങ്ങളുമായി ചേരും. നിതിൻ, മധ്യകേരളത്തിലേക്ക് വരുമ്പോൾ ഇന്നിപ്പോൾ ചർച്ചയാവുന്ന അല്ലെങ്കിൽ ഏറ്റവും ശ്രദ്ധാകേന്ദ്രമാകുന്ന പ്രധാനപ്പെട്ട വാർത്തകൾ ഏതൊക്കെ? ജിൽസി, പ്രധാനപ്പെട്ട വാർത്ത ഈ അഭിഭാഷക കമ്മീഷന്റെ യോഗം രാവിലെ 9:45 നടക്കുന്നു എന്നതാണ്. അതായത് ഈ ഹൈക്കോടതി അഭിഭാഷകയെ അപമാനിച്ചു എന്ന പരാതിയിൽ ജസ്റ്റിസ് ബദറുദ്ദീനെതിരായ പ്രതിഷേധം അഭിഭാഷക അസോസിയേഷൻ തുടരുമെന്നാണ് നമുക്ക് മനസ്സിലാകുന്നത്. കഴിഞ്ഞ ദിവസം ഈ ചീഫ് ജസ്റ്റിസിന്റെ സാന്നിധ്യത്തിൽ ഇക്കാര്യത്തിൽ ജസ്റ്റിസ് ബദറുദ്ദീൻ ഖേദം പ്രകടിപ്പിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ ഇനി പ്രതിഷേധം തുടരേണ്ടതില്ല എന്ന് ഈ വനിതാ അഭിഭാഷക അസോസിയേഷൻ അറിയിക്കുകയും ചെയ്തിരുന്നു. പക്ഷേ തങ്ങളുടെ അറിവില്ലാതെയാണ് ഇത്തരത്തിലൊരു മീറ്റിംഗ് ഇവർ കൂടിയെന്നും ഇത്തരത്തിൽ ഖേദം പ്രകടിപ്പിക്കൽ നടത്തിയെന്നുമാണ് അഭിഭാഷക അസോസിയേഷൻ പറയുന്നത്. തുറന്ന കോടതിയിൽ ജസ്റ്റിസ് ബദറുദ്ദീൻ മാപ്പ് പറയണമെന്നാണ് അഭിഭാഷക അസോസിയേഷന്റെ ആവശ്യം. ഇന്ന് രാവിലെ 9:45 കൂടുന്ന ജനറൽ ബോഡിയാകും ഇക്കാര്യത്തിലൊരു തീരുമാനമെടുക്കുക. മറ്റൊന്ന്, ഈ താമരശ്ശേരിയിലെ 10ാം ക്ലാസ് വിദ്യാർത്ഥിയായ ഷഹബാസിന്റെ കൊലപാതകത്തിൽ പിതാവ് സമർപ്പിച്ച ഹർജി ഇന്ന് ഹൈക്കോടതി പരിഗണിക്കുന്നുണ്ട്. അതായത് ഈ പ്രതികളായ വിദ്യാർത്ഥികളെ പരീക്ഷ എഴുതാൻ സംബന്ധിച്ചതുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ അത് തടയണമെന്നാവശ്യപ്പെട്ടുള്ള ഹർജിയാണ് ഇന്ന് രാവിലെ ഹൈക്കോടതി പരിഗണിക്കുന്നത്. ഇത് കുറ്റകൃത്യത്തിന്റെ തീവ്രത മനസ്സിലാക്കാതെയാണ് ഈ വിദ്യാർത്ഥികളെ പരീക്ഷ എഴുതാൻ അനുവദിച്ചത് എന്നാണ് ഈ പിതാവായ ഷഹബാസ് നൽകിയിരിക്കുന്ന ഹർജി. മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത, ഈ ചന്ദ്രകുഞ്ചിലെ ആർമി ഫ്ളാറ്റ്, വൈറ്റിലയിലെ ആർമി ഫ്ളാറ്റ് പൊളിക്കുന്നതുമായി ബന്ധപ്പെട്ട് ജില്ലാ കളക്ടറുടെ നേതൃത്വത്തിൽ രൂപീകരിച്ച സമിതിയുടെ യോഗം ഇന്ന് ഉച്ചയ്ക്ക് നടക്കുന്നുണ്ട്. അതായത് ഈ ഫ്ളാറ്റിന് ഈ താമസക്കാർക്ക് 23,000 രൂപയാണ് വാടക ഇനത്തിൽ നൽകണമെന്ന് ഹൈക്കോടതി പറഞ്ഞിരിക്കുന്നത്. പക്ഷേ 40,000 രൂപ വരെ വാടക ലഭിച്ചാൽ മാത്രമേ തങ്ങൾക്ക് മാറി താമസിക്കാനാകൂ എന്നാണ് ഫ്ളാറ്റിൽ താമസിക്കുന്നവർ പറയുന്നത്. അപ്പോൾ ഇതിനായി ഒരു ഉപസമിതി, വാടക അടക്കമുള്ള കാര്യങ്ങളിൽ ഒരു ഉപസമിതിയെ നിയോഗിച്ചിട്ടുണ്ട്. ഈ ഉപസമിതിയുടെ കൂടി റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലായിരിക്കും ഇത്തരത്തിൽ ഇവർക്ക് വാടക നൽകുന്നതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ പരിഗണിക്കുക. മറ്റൊന്ന്, ഈ ഏറ്റുമാനൂരിലെ ആത്മഹത്യയാണ്. ഇതുമായി ബന്ധപ്പെട്ട് ഈ ഷൈനിയുടെ ഭർത്താവ് നോമിയുടെ ജാമ്യാപേക്ഷ ഇന്ന് ഹൈക്കോടതി പരിഗണിക്കുന്നുണ്ട്. ജിൽസി.